എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം കുറച്ച് ബന്ദികളൊക്കെ നട്ടിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുറച്ച് ബന്ദികൾ നട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സാഹചര്യം എനിക്ക് മഴ സമയമൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബിസിനസ്സിനല്ല കേട്ടോ അത്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവോണമൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂക്കളോടണമെങ്കിൽ നമുക്ക് പൂ പറിക്കാമല്ലോ. പിന്നെ ആ തന്നെയല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മളൊരു ഭംഗിയല്ലേ വീടിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നട്ടേക്കണത്. അപ്പം ഞാൻ ഇതിക്ക് മുമ്പ് ഈ ബന്ദിയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ പൂ കൃഷിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം ഒരു 2015-16 വർഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആ 2 വർഷം ഞാൻ ബന്ദിയുടെ കൃഷി ചെയ്തായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എനിക്ക് വേറെ വരുമാനമൊന്നും ഉണ്ടായില്ല. അന്നേരം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണത്. അപ്പോൾ അന്ന് എനിക്ക് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടായിരുന്നു പാടത്ത്. അപ്പോൾ ആ പാടത്തിൽ ഞാൻ ചെയ്ത വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്തത് പച്ചക്കറിക്ക് ഒരു ചെടിക്കും മറ്റേ ഈ മറ്റുള്ള കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നട്ട് നോക്കിയതാണ് ബന്ദി കേട്ടോ, പൂക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പൂക്കൾ എനിക്ക് പള്ളിയിലെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നട്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയല്ല അത് ഒരു കൃഷിയായിട്ട് നടത്താൻ തോന്നി. ഞാൻ കൃഷിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കൃഷിയായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അങ്ങനെ ആ ഒരു പാടം നിറച്ച് ഞാൻ ബന്ദി തൈ നട്ടായിരുന്നു. ബന്ദി തൈ നട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് എന്നെ കളിയാക്കി കേട്ടോ. കളിയാക്കിയത് വേറൊന്നുമല്ല, ഭർത്താവും മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രാന്തായി എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ കളിയാക്കിയൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. പാടത്ത് ചെടി നട്ടേക്കണു, പാടത്ത് ബന്ദിപ്പൂ നട്ടേക്കണു, ഇത് വട്ട് അല്ലാതെ എന്താന്നൊക്കെ പറഞ്ഞ് കളിയാക്കിട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബന്ദി എളുമ്പോൾ നിറയെ പൂക്കളുണ്ടായിട്ട് ഇങ്ങനെ പൂത്ത് ഒലഞ്ഞ് നിൽക്കുകയാണ്. 2 കളറ്, ഓറഞ്ച് ആൻഡ് മഞ്ഞ 2 കളറാണ് ഞാൻ നട്ടേട്ടോ. ഈ 2 കളറും നിറയെ പൂക്കളുണ്ടായി, പാടം നിറച്ച് പൂക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വന്നായിരുന്നു കേട്ടോ. എന്നേരം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അത് മറന്നുപോയി. അത് കഴിഞ്ഞ് അവരെന്നെ പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ഈ ബന്ദിപ്പൂ എല്ലാ ദിവസം വെട്ടി നമ്മൾ അത്താണിയിലുള്ളൊരു കടയിൽ കൊണ്ട് കൊടുക്കായിരുന്നു കേട്ടോ. ഒരു കടയിൽ എൻ്റെ വണ്ടിയും വെച്ച് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാണ്ട് നമുക്ക് നടത്താൻ പറ്റിയായിരുന്നു. അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബന്ദിപ്പൂവിനെ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യം ഒരുപാട് മുതൽ കൂട്ടാനല്ല, എന്നാലും നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ ബന്ദി കൃഷി എല്ലാവർക്കും തോന്നുമ്പോൾ പുച്ഛമായിട്ട് തോന്നും. അതായത് ഞാനൊരു കഥ പറയാം. കഥയെല്ലാം ഉള്ളായിരുന്നു തന്നെയാണ്. നമ്മളൊരു ഏത്തവാഴ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഏത്തവാഴ വെച്ചിട്ട് നമ്മൾ 7 മാസം വരെ അതിന് വളമിട്ട് മൂടി 7ാമത്തെ മാസം വരുമ്പോൾ അത് കൊല വന്നു കേട്ടോ. കൊല വരുന്ന സമയത്ത് ഒന്നിലത് കൂമ്പൂട്ടിപ്പോയി, അല്ലെങ്കിൽ അത് കൊല വന്നിട്ട് അത് കൊല കക്കി പോയോ അല്ലെങ്കിൽ കാറ്റ് പിടിച്ച് പോയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അത്രയും വളം ആ വാഴയ്ക്ക് ചെയ്തത് വെറുതെ ആയില്ലേ. പിന്നെ നമ്മൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഏത്തവാഴ വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ ബന്ദി കൃഷി ആണെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് ചാഞ്ഞു കൊടുത്ത് വീണ് കിടന്നാൽ ആ കിടപ്പിൽ കിടന്നിട്ട് 1-1.5 കിലോ പൂവ് എന്തായാലും അതുമ്മേ ഉണ്ടാവും. പിന്നെ ഇതിനാകെ ചെയ്യേണ്ട കാര്യം ഇതിപ്പോൾ നട്ടിട്ട് നല്ലോണം കൂമ്പൊക്കെ വന്ന് തന്നു കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ തല മുറിച്ച് നടുന്ന സമയമായി. തല മുറിച്ചിട്ട് നടണമെങ്കിൽ നടാം, അല്ലെങ്കിൽ കളയണമെങ്കിൽ കളയും. നട്ട് കഴിഞ്ഞാൽ ഒരു ചെടിയുടെ നമുക്ക് ഉണ്ടാവും. അപ്പം ഞാനിത് കളയാറില്ല കേട്ടോ. ഇതിൻ്റെ തല മുറിച്ചിട്ട് ഒന്നുകൂടി നടും കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി ബന്ദി ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഇല വരെ നട്ട് ഇതിൻ്റെ തൈ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പരീക്ഷ നോക്കിയിട്ടില്ല, പരീക്ഷ നോക്കണത്. നമുക്ക് എന്തും പരീക്ഷിക്കണമല്ലോ. നമ്മൾ എന്ത് കണ്ടാലും ഒന്ന് പരീക്ഷ നോക്കാറുണ്ട്. മിക്കതിൻ്റെ ഇല വെച്ച് ഇങ്ങനെ മുളപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ബന്ദിയുടെ ഇല വെച്ച് ഞാൻ മുളപ്പിച്ചിട്ടില്ല കേട്ടോ. അതും എനിക്ക് പരീക്ഷിക്കണം ഒരു ദിവസം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ബന്ദി കൊണ്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം ഈ വർഷത്തെ ഞാൻ ആർക്കും നട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പൂക്കളൊക്കെ ഉണ്ടാക്കാൻ ഇനി വൈകൂട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ പറയണത്. ഞാൻ ജൂൺ ആദ്യം വാരം തന്നെ ഈ ബന്ദി തൈകൾ നട്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ബന്ദിയുടെ തൈകളൊക്കെ ഞാൻ പാവി പിടിപ്പിച്ചായിരുന്നു കേട്ടോ. പാവി പിടിപ്പിച്ചിട്ട് ജൂൺ ആദ്യ വാരം തന്നെ നട്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വലുതായി വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വളമിട്ട് മൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ തല അങ്ങനെ കിള്ളിയെടുത്തായിരുന്നു. എന്നിട്ട് വേറെ നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വളപ്പൊടി, അതായത് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒരു വളം ഇടണമെന്നില്ല.
അത് ഒരു മൂടിലൂടെ നമ്മളിങ്ങനെ വെറുതെ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അതിന് വേറെ ഇതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഇല കിള്ളുമ്പോൾ, കൂമ്പ് കിള്ളുമ്പോൾ ശരിക്കും ഇങ്ങനെ പന്തലിച്ച് നിറയെ ഇതളായിട്ട് വരും, നല്ല കുറ്റിയായിട്ട് നിൽക്കും, നിറയെ വരും. അപ്പം പൂക്കളുണ്ടാകുമ്പോൾ ഇത് താങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മളൊരു കോല് കുഴിച്ച് വിട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ വാരങ്ങളാണെങ്കിൽ നമ്മൾ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ നമ്മൾ കോല് കുഴിച്ചിട്ടിട്ട് വള്ളി കെട്ടി കൊടുത്താൽ ഇതിങ്ങനെ ആടി ചാഞ്ഞ് വീഴില്ല. അത് എന്തായാലും ആ വള്ളിയുമ്പോൾ തങ്ങി അങ്ങനെ നിന്നോളും, പൂവിൻ്റെ ഭാരം കൊണ്ട് കേട്ടോ. അപ്പം പൂവിന് ഭാരം വരുമ്പോൾ ഇത് ഒടിഞ്ഞ് വീണാലും ഉണ്ടാവും പൂവ്. അത് നമ്മളൊന്നും നോക്കണ്ട, നിറയെ പൂക്കളുണ്ടായപ്പോഴൊക്കെ ആ കിടന്ന കിടപ്പിൽ വേര് പിടിച്ച് പിന്നെയും പൂക്കളുണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ കോലൊക്കെ കുത്തി ഒരു താങ്ങൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കഥകളൊക്കെ ഇട്ട് നിങ്ങൾക്ക് ബോറടിച്ചൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ കഥകൾ പറയുന്നതെന്നറിയാമോ, എന്നെപ്പോലെ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോട്ടോ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ആവശ്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. ഇതിപ്പോൾ ചിലവർക്കൊന്നും ഇത് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ കാണണ്ട കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.